മസാല ബോണ്ട് ഇടപാടിലെ ഇ.ഡി. സമൻസിൽ മറുപടി നൽകിക്കൂടെയെന്ന് കിഫ്ബിയോടും ഐസക്കിനോടും ആവർത്തിച്ച് ഹൈക്കോടതി. അതേസമയം കക്ഷികളോട് ആലോചിക്കാനായി അഭിഭാഷകർ സാവകാശം തേടി സത്യം പുറത്തുവരാൻ വേണ്ടിയല്ലേ എന്നും കോടതി ചോദിച്ചു. ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. മസാല ബോണ്ട് ഇടപാടിൽ ഇ.ഡി. സമൻസിന് മറുപടി നൽകിക്കൂടെ എന്നാണ് തോമസ് ഐസക്കിനോടും കിഫ്ബിയോടും ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചത്. അറസ്റ്റോ ഭീഷണിപ്പെടുത്തലോ ഒന്നും ഉണ്ടാകില്ലല്ലോ. പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായി സമൻസിന് മറുപടി അറിയിക്കുവാനല്ലേ പറയുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഐസക്കിനോടും കിഫ്ബിയോടും പറഞ്ഞു. മൊഴിയെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുമല്ലോ എന്നും സത്യം പുറത്തുവരുവാൻ വേണ്ടിയല്ലേ എന്നും കോടതി അഭിപ്രായം പ്രകടിപ്പിച്ചു. അറസ്റ്റും ഭീഷണിയുമൊന്നും ഉണ്ടാകില്ലെന്ന് കോടതി ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കക്ഷികളോട് അഭിപ്രായം ആരായാൻ ഐസക്കിന്റെയും കിഫ്ബിയുടെയും അഭിഭാഷകർ സാവകാശം തേടി. തുടർന്ന് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. മസാല ബോണ്ട് ഇടപാടിൽ 2 സമൻസാണ് ലഭിച്ചതെന്നാണ് കിഫ്ബി കോടതിയെ അറിയിച്ചത്. ഒരു സമൻസ് സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ നൽകുവാനും 1 നേരിട്ട് ഹാജരാകാനും ആയിരുന്നു. സിഇഒയുടെ നേരിട്ട് ഹാജരാകണമെന്ന ആവശ്യമാണ് ചോദ്യം ചെയ്യുന്നതെന്ന് കിഫ്ബിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സർട്ടിഫൈഡ് കോപ്പി നൽകാൻ തയ്യാറാണെന്നും കിഫ്ബി വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായി സമൻസ് അയച്ച് ഇ.ഡി. വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസ് എന്നുമായിരുന്നു കിഫ്ബിയുടെയും ഐസക്കിന്റെയും ഹർജികളിലെ വാദങ്ങൾ. ജനം, കൊച്ചി.